ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധിയാണ്. കുറ്റപത്രം സമർപ്പിച്ച് 2 കൊല്ലത്തിന് ശേഷമാണ് വിധി വരുന്നത്. 2021 ജൂൺ 30-നാണ് ഈ സംഭവം നടന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. പറയൂ രാഹുൽ, വിശദാംശങ്ങൾ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. നാടിനെ നടുക്കിയ ഒരു കൊടും ക്രൂരതയായിരുന്നു ഈ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകം. ആ ബലാത്സംഗത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കഴുത്തിൽ ഷാൾ കുരുക്കി കെട്ടി തൂക്കുകയായിരുന്നു ഈ പ്രതി ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇതൊരു കൊലപാതകമാണ്, കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിവാകുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന 21 വയസ്സുകാരനാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് കണ്ടെത്തി. തുടർന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം കൊലപാതകം, ബലാത്സംഗം ഉൾപ്പെടെ അതുപോലെ പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ വിചാരണ അല്പം നീണ്ടുപോയി. 2 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും കട്ടപ്പന അതിവേഗ കോടതി ഇതിൽ വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അനാവശ്യമായിട്ടുള്ള പരാതികൾ കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. എന്തായാലും ഒടുവിൽ ഇത് വിധി പ്രസ്താവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനടക്കമുള്ള എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 11 മണിയോടുകൂടി കട്ടപ്പന അതിവേഗ കോടതി ഇതിൽ വിധി പറയും.